നമസ്കാരം. ഇന്ന് തിരുവോണമാണ്. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നേ ദിവസം നാം കാണുന്നതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളിൽ പതിയുന്നതായ, നാം അനുഭവിക്കുന്നതായ പല കാര്യങ്ങളും നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിന്റെ ചില സൂചകങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി സംഭവിക്കാൻ പോകുന്നു എന്ന് ഈശ്വരൻ തന്നെ നിങ്ങളോട് പറയുന്നതായ ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഏതെല്ലാമാണ് ആ ലക്ഷണങ്ങൾ എന്ന് പരാമർശിക്കാം. ഇന്ന് രാത്രി തീരുന്നതിന് മുൻപെങ്കിലും ഈ ലക്ഷണങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ മഹാഭാഗ്യമാണ്. ഒന്ന് തീർത്ത് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ചില ശുഭകാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അതിൻ്റെ സമയമായിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ്. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച്, ആ ലക്ഷണങ്ങളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ഇന്നേ ദിവസം ഭഗവാനെ വന്ദിക്കുക എന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാണ്. അതിനാൽ ഏവരും ഓം നമോ നാരായണായ എന്ന് കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ഇന്ന് സന്ധ്യാപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റായി രേഖപ്പെടുത്തൂ. അപ്പോൾ ആദ്യത്തേതായ ലക്ഷണം, ഇന്നേ ദിവസം എപ്പോൾ ഉണരുവാൻ സാധിച്ചിരുന്നു എന്നതിനെ അപേക്ഷിച്ചാണ്. ഇന്നേ ദിവസം അതിരാവിലെ തന്നെ, സൂര്യോദയത്തിന് മുൻപായി തന്നെ നിങ്ങൾക്ക് ഉണരുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഈശ്വരാനുഗ്രഹത്താൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നേ ദിവസം നിങ്ങൾ ഓണം കൊള്ളുക തുടങ്ങിയ കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് പൂർണ്ണമായ മനസംതൃപ്തിയോടെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്രകാരം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഈശ്വരാനുഗ്രഹമാണ്. പൂർണ്ണ സംതൃപ്തിയായിരിക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവുക. അതൊരു ശുഭലക്ഷണമാണ്. ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം, കുടുംബാംഗങ്ങളിലും അത് പ്രകടമാകുന്ന ഒരു സാഹചര്യം. ഏവരുടെയും മുഖത്ത് ആ സന്തോഷം, ഒരു പ്രഭ, ദിവ്യമായ ചൈതന്യം പ്രകടമാകും എന്നുള്ളതാണ്. ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന വീടുകളിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളിൽ, വരും ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന വീടുകളിൽ തീർച്ചയായും ഇത്തരം ചില ലക്ഷണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. വിളക്ക് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രധാന ലക്ഷണങ്ങൾ കൂടി പരാമർശിക്കുവാൻ സാധിക്കും. മനസ്സിന് സന്തോഷം ലഭിക്കുന്നു എന്നതുപോലെ തന്നെ പ്രാധാന്യമുണ്ട്. ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ സ്ത്രീകളുടെ ഇടത്തെ കണ്ണും പുരുഷന്മാരുടെ വലത്തെ കണ്ണും തുടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. മറ്റൊന്ന്, ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ പല്ലിയുടെ ഒരു സാന്നിധ്യമാണ്. ശബ്ദം കേൾക്കുകയാണ് എങ്കിൽ പോലും ശുഭകരം. ഇന്നേ ദിവസം നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ ആ വിളക്ക് കൂടുതൽ സ്വർണപ്രഭയോടെ തെളിയും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. മറ്റൊന്ന്, ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ ആ വിളക്ക് ദീർഘനേരം തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതും ശുഭകരമായ ഒരു ലക്ഷണമാണ്. കൂടാതെ ഇന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ പതിവിലും വിപരീതമായി വീടിന് ചുറ്റും സുഗന്ധം പരക്കുന്നതായ സാഹചര്യം. എവിടെ നിന്നാണ് ഈ സുഗന്ധം വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. പക്ഷേ ആ സുഗന്ധം, അത് വീടുകളിൽ തീർച്ചയായും പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കും. അപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ സാന്നിധ്യമാണ് എന്ന കാര്യം ഓർക്കുക. ഭഗവാൻ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നിരിക്കുന്നു, നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് ഈ ലക്ഷണങ്ങളിലൂടെ നിങ്ങൾക്ക് അർത്ഥമാക്കുവാൻ സാധിക്കും. മറ്റൊന്ന്, ഇന്നേ ദിവസം വീടുകളിൽ പക്ഷിമൃഗാദികൾ കൂടുതലായും വരുന്ന സാഹചര്യം. പതിവിലും വിപരീതമായി കൂടുതൽ പക്ഷികൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചിതമല്ലാത്തതായ ഒരു പൂച്ച വീടുകളിലേക്ക് വരുന്നതും, അതേപോലെ തന്നെ ഉപ്പന്റെ സാന്നിധ്യം വീടുകളിൽ ഉണ്ടാകുന്നതും, അത് വിളക്ക് തെളിയിക്കുമ്പോഴാണ് എങ്കിലും മറ്റു സമയങ്ങളിലാണ് എങ്കിലും വീടുകളിൽ ഉപ്പന്റെ സാന്നിധ്യമുണ്ട് എങ്കിൽ അതൊരു ശുഭ ലക്ഷണമാണ്. ധനനേട്ടമാകാം,
മംഗളകർമ്മങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചനയാകാം. തൊഴിലോ അല്ലെങ്കിൽ സന്താനഭാഗ്യം പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഒരു സൂചനയായും അർത്ഥമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്നേ ദിവസം കീരിയുടെ സാന്നിധ്യം വീടുകളിലുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം. കുബേരദേവന്റെ അനുഗ്രഹം, കുബേരദേവൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷ്യം ധനഭാഗ്യം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ചിത്രശലഭം നിങ്ങളെ വീടിനുള്ളിൽ പ്രവേശിക്കുന്നത് പോലും ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. കുരുവികളെ ധാരാളമായി കാണുവാൻ സാധിക്കുന്നു എന്നതും മൂങ്ങയെ ഇന്നേ ദിവസം കാണുവാൻ സാധിക്കുന്നു എന്നതും മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമായി തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ദേവിയുടെ സാന്നിധ്യവും ആ വീടുകളിലുണ്ട്, അനുഗ്രഹം വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം പതിവിലും വിപരീതമായി നിങ്ങൾക്ക് ശുഭവാർത്തകൾ കേൾക്കുവാൻ സാധിക്കുന്നു എന്നതും വളരെ വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണം തന്നെയാണ്. ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതായ അവസരത്തിൽ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം, മനസമാധാനം അനുഭവപ്പെടുന്നതാണ്. ആരോ നിങ്ങളുടെ പേര് വിളിക്കുന്നതായി നിങ്ങൾക്ക് തോന്നും. എന്നാൽ അത് നിങ്ങളെ വിളിച്ചതാകണം എന്നില്ല, മറ്റൊരു വ്യക്തിയെ വിളിച്ചതാകാം. എന്നാൽ അപ്രകാരം ആരെങ്കിലും നിങ്ങളുടെ പേര് അവിചാരിതമായി വിളിക്കുന്നു എങ്കിൽ, അത് നിങ്ങൾ കേൾക്കുന്നു എങ്കിൽ അതൊരു ശുഭ ലക്ഷണം തന്നെയാണ്. ഇന്നേ ദിവസം ക്ഷേത്ര പ്രസാദം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. ആ പ്രസാദത്തിൽ നിങ്ങൾക്ക് ശംഖുപുഷ്പം ലഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ. അല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള പുഷ്പം, അത് ഏതൊരു പുഷ്പമാണ് എങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതും ഏറ്റവും വിശേഷമാണ് എന്നാണ് പറയുക. അതൊരു ശുഭലക്ഷണമായി തന്നെ പരാമർശിക്കാം. കൂടാതെ ഇന്നേ ദിവസം ക്ഷേത്ര പ്രസാദത്തിൽ നിന്നും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക പോലും ഉണ്ടാകണമെന്നില്ല, എന്നാൽ പ്രസാദം നിങ്ങൾ നോക്കുമ്പോൾ അതിൽ മധുരമുണ്ടാകും എന്നുള്ളതാണ്. അതൊരു ശുഭ ലക്ഷണമാണ്. അപ്രതീക്ഷിതമായി മധുരം നിങ്ങൾക്ക് ലഭിക്കുന്നതായ ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അതൊരു ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുന്നതായ സാഹചര്യം, പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പണം ലഭിക്കുന്നതായ സാഹചര്യം, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും ധനം ലഭിക്കുകയോ സമ്മാനങ്ങൾ ലഭിക്കുകയോ ചെയ്യുന്നു എങ്കിൽ അതൊരു ശുഭ ലക്ഷണമാണ്. ഇന്നേ ദിവസം കാക്കയുമായി ബന്ധപ്പെട്ടും ഒരു ശുഭലക്ഷണം പരാമർശിക്കുവാൻ സാധിക്കും. കാക്ക ജലം കുടിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ട ലക്ഷണമാണ്. അത് ശുദ്ധജലമായിരിക്കണം എന്ന കാര്യം ഓർക്കണം. ശുദ്ധജലം കുടിക്കുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു എങ്കിൽ അതൊരു ശുഭലക്ഷണം തന്നെയാണ്. കൂടാതെ ഇന്നേ ദിവസം ക്ഷേത്ര ദർശനത്തിനായി പോകുന്നതായ അവസരത്തിലോ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നിങ്ങൾ മടങ്ങി വരുന്നതായ സമയത്തോ പൂക്കൾ അല്ലെങ്കിൽ ആലിലയാണ് എങ്കിലും നിങ്ങളുടെ ദേഹത്തേക്ക് പൊഴിഞ്ഞ് വീഴുന്നു എങ്കിൽ അതൊരു ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ഭഗവാന്റെ അനുഗ്രഹമാണ്, അനുഗ്രഹം സിദ്ധിച്ചിരിക്കുന്നു എന്നൊരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി പരാമർശിക്കാനായി പോകുന്നത് ലക്ഷക്കണക്കിന് വ്യക്തികളിൽ ഒരു വ്യക്തിക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യമാകാം. ആ വ്യക്തി നിങ്ങളാണോ എന്ന് നോക്കുക. ഇന്നേ ദിവസം അല്ലെങ്കിൽ അതായത് ഈ കഴിഞ്ഞ ദിവസമോ അല്ലെങ്കിൽ ഇന്നേ ദിവസം രാത്രി ഉറങ്ങുമ്പോഴാണ് എങ്കിലും നിങ്ങൾക്ക് സ്വപ്ന ദർശനം, അത് ഭഗവാൻ നിങ്ങൾക്ക് സ്വപ്ന ദർശനം നൽകുന്നതായ ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അതൊരു ശുഭലക്ഷണമാണ്. ഇന്നേ ദിവസം ക്ഷേത്രം സ്വപ്നം കാണുന്ന സാഹചര്യം, ഭഗവാനുമായി ബന്ധപ്പെട്ട
കാര്യങ്ങൾ, ചിഹ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സ്വപ്നം കാണുന്നതും ശുഭകരമാണ്. അല്ലെങ്കിൽ ഏതൊരു ക്ഷേത്രം കാണുകയാണ് എങ്കിലും ഏതൊരു ദേവത സ്വപ്ന ദർശനം ഇന്നേ ദിവസം നിങ്ങൾക്ക് നൽകുകയാണ് എങ്കിലും അതൊരു ശുഭ ലക്ഷണമായി തന്നെ നിസ്സംശയം പറയാം. നിങ്ങൾ തീർച്ചയായും ആ ക്ഷേത്രത്തിൽ കൂടി ദർശനം അടുത്ത ദിവസം നടത്തേണ്ടതായിട്ടുണ്ട്. വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കാര്യം ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി നടന്നു കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അതൊരു ശുഭലക്ഷണമാണ്. ഇന്നേ ദിവസം പാല് തിളച്ചു പോകുന്നതായി കാണുന്നു. അപ്രതീക്ഷിതമായി നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ അബദ്ധവശാൽ ഇന്നേ ദിവസം പാല് തിളച്ചു പോയിട്ടുണ്ട് എങ്കിൽ അതൊരു ശുഭലക്ഷണമാണ്. ഇന്നേ ദിവസം ഏവരും വിഭവ സമൃദ്ധമായ ഭക്ഷണം തന്നെയായിരിക്കും കഴിക്കുക. ഇന്നേ ദിവസം നിങ്ങൾ തയ്യാറാക്കുന്ന ആഹാരം അത് ഏതെങ്കിലും ഒരു ആഹാരമെങ്കിലും ആകാം. ആ ആഹാരം പതിവിലും കൂടുതൽ രുചികരമായിരിക്കും. നിങ്ങൾ പോലും വിചാരിക്കണം എന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണം എന്നില്ല. എങ്കിലും നിങ്ങൾ തയ്യാറാക്കുന്ന ആഹാരം ഇന്നേ ദിവസം കൂടുതൽ രുചികരമാണ് എങ്കിൽ അത് ശുഭകരമാണ്. അതൊരു മറ്റൊരു വ്യക്തി നിങ്ങളോട് പറയണം എന്നില്ല. പറഞ്ഞു എന്ന് വരാം, പറഞ്ഞില്ല എന്നും വരാം. എന്നാൽ നിങ്ങൾക്ക് കഴിക്കുമ്പോൾ അപ്രകാരം തോന്നുന്നു എങ്കിൽ അതൊരു ശുഭ ലക്ഷണം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കടന്നു വരാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ്. ഇപ്പോൾ ഞാൻ നിരവധിയാർന്ന ലക്ഷണങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും ഇന്നേ ദിവസം നിങ്ങൾ കാണുകയാണ് എങ്കിൽ മഹാഭാഗ്യമാണ്. അപ്പോൾ ഇപ്രകാരം ലക്ഷണം കണ്ടാൽ ഇനി ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് കൂടി പരാമർശിക്കാം. നിങ്ങൾ വീണ്ടും അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. നാളെ തന്നെ ദർശനം നടത്തിക്കോളൂ. ദർശനം നടത്തുമ്പോൾ നിങ്ങളുടെ പേരിൽ ഒരു ഭാഗ്യസൂക്തം വഴിപാടായി നടത്തണം. ഭഗവാന് ഒരു പാൽപായസം കൂടി നടത്തുവാൻ സാധിക്കുന്നു എങ്കിൽ വിശേഷം. അതോടൊപ്പം ഒരു നെയ്വിളക്ക് കൂടി നിങ്ങൾ ഭഗവാന് സമർപ്പിക്കണം. അല്ലെങ്കിൽ ഭഗവാന് ആ വഴിപാട് കൂടി സമർപ്പിക്കുക. ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ അത് തീർച്ചയായും ആ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരേണ്ട ഗുണകരമായ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് ഉത്തമമായി തീരും. അപ്പോൾ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.